വെറും സാധുക്കളും പാവങ്ങളുമാണ് രജിത് അംബിക ദമ്പതികളുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിലെ ദുരൂഹത ആരോപിച്ച് അവിടെ പ്രതിഷേധം നടത്തിയത്. ഡിവൈഎസ്പി വന്നു, ചർച്ച നടത്തി, എന്താണ് പ്രതികളെ പിടിക്കാം എന്ന ഉറപ്പ് അവർക്ക് കൊടുത്തു. പാവങ്ങൾ ആ ചർച്ചയിൽ അത് കേട്ട് സമാധാനിച്ച്, കാര്യം അവർക്ക് എന്താണ് അതല്ലാതെ എന്താണ് വഴി, അല്ലെങ്കിൽ പോലീസുകാർ ഇടികൂടി കൊള്ളേണ്ടി വരും എന്ന സാഹചര്യം അവിടെയുണ്ട്. ആദ്യം ഒരു കയ്യൂക്ക് കാണിക്കാൻ നോക്കിയതാണ്. ഷഫീദ് അവിടെ എത്തിയതുകൊണ്ടോ അല്ലെങ്കിൽ ഈ വാർത്ത പുറത്തു വന്നതുകൊണ്ടോ അല്ലെങ്കിൽ ക്രൂരമായ മർദ്ദനത്തിലേക്ക് പോലീസ് പോയില്ല. മാത്രമല്ല അവിടുത്തെ SHO ഈ പറയുന്ന ഒരു പ്രൈവറ്റ് ബസ്സിലെ ഒരു ഡ്രൈവറെ പിടിച്ചെടുത്ത് കൊണ്ടുവന്ന് ചെവിക്കും പുറത്തു നോക്കി ഇഷ്ടംപോലെ അടിച്ച് നല്ല പരിചയമുള്ള ആളാണ്. അപ്പോൾ പാവങ്ങൾക്ക് നേരെ കൈവെക്കാൻ ഒരു മടിയുമില്ലാത്ത പോലീസുകാരാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് ഇത് വാർത്ത വന്നതുകൊണ്ടും അല്ലെങ്കിൽ അത് വാർത്തയായതുകൊണ്ടും ഇത് ലൈവ് പോകുന്നതുകൊണ്ടും മാത്രമായിരിക്കണം ഒരുപക്ഷെ ബന്ധുക്കൾക്ക് നേരെ അത്ര ക്രൂരമായ രീതിയിൽ കൈവെക്കാൻ പോലീസ് തുനിഞ്ഞത്. അല്ലെങ്കിൽ അടിച്ചു ചതച്ചേനെ, അതിന് മടിക്കാത്തവരാണ് ഇവിടുത്തെ പോലീസുകാർ. ഷഫീദ് റാവത്ത് തുടർന്നു. ഷഫീദ്, ഇതിലെ തമാശ ഈ മർദ്ദനം, അക്രമം, അതൊക്കെ അവിടുത്തെ പോലീസിൻ്റെ രീതി. ഇതിലെ തമാശ, നാട്ടുകാർ കയ്യോടെ പിടിച്ചു എന്ന് പറയുന്ന രണ്ടുപേർ, ഒരാൾ അങ്കമാലിയിൽ ഒരു ക്രിക്കറ്റ് ടൂർണമെന്റിലാണ്. നമ്മുടെ ഒരു ക്രിക്കറ്റ് ആരാധകനായ ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ടായിരുന്നു, അങ്കമാലിയിൽ അടുത്ത കാലത്ത് ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് നടന്നിട്ട് എൻ്റെ അറിവിലില്ല എന്നാ പ്രേക്ഷകൻ പറയുന്നുണ്ടായിരുന്നു. പോട്ടെ, വേറൊരാൾ ഏതോ പെട്രോൾ പമ്പിൽ നിൽക്കുകയാണ്. നാട്ടുകാർ കയ്യോടെ പിടിച്ച് രണ്ടുപേര് രണ്ട് സ്ഥലങ്ങളിൽ നിൽക്കുകയാണ്. അവരുടെ ഫോൺ ലൊക്കേഷൻ അവിടെയുമാണ്. അത്ഭുതകരമാണ് ഷഫീദ്. കുമ്പിടികൾ. അഷ്മിയ, അത്ഭുതമാണ്. മാത്രവുമല്ല, ഇത് കേരള പോലീസിൽ ഇത്രയും വിചിത്രമായിട്ടുള്ള കഥകളൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്നു നമ്മൾ മുൻപ് കണ്ടിട്ടുണ്ട്. 4 ദിവസം മുൻപാണ് നമ്മുടെ 24-ന്റെ കിളിമാനൂരിലെ പ്രാദേശിക ലേഖകൻ മണിക്കുട്ടൻ ചില CCTV ദൃശ്യങ്ങളൊക്കെ നമ്മളെ കാണിക്കുകയും അതേപോലെ തന്നെ ഇവിടുത്തെ വാർഡ് മെമ്പർ സിജി എന്ന് പറയപ്പെടുന്ന വാർഡ് മെമ്പർ ആറ്റിങ്ങൽ കോടതി അഭിഭാഷകയാണ്. ഇവർ രണ്ടുപേരും കൂടിയാണ് നമ്മളെ ഇതൊക്കെ കാണിച്ച് ബന്ധപ്പെടുന്നത്. അതായത് ഇങ്ങനെ ഒരു ക്രൂരത ഉണ്ടായിട്ടുണ്ട്. അന്ന് രജിത്ത് മരിച്ചിട്ടില്ല, അംബിക മരിച്ചു. രജിത്ത് ഇങ്ങനെ ആശുപത്രിയായിട്ട് കഴിയുകയാണ്. ഇടപെടാൻ പറ്റുമെങ്കിൽ ഇടപെടണമെന്ന് പറഞ്ഞു. നമ്മൾ അന്നൂട്ടി ഇതിന്റെ ദുരൂഹത സംശയിച്ച് വാർത്ത കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇന്നലെ രജിത്തിന്റെ മരണം രാത്രിയാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ വാർത്ത നമ്മൾ കൊടുത്തിരുന്നു, അതിന്റെ ദുരൂഹതയൊക്കെ പറഞ്ഞ് നമ്മൾ വാർത്ത കൊടുത്തിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി ഞാൻ ഇതിന്റെ മുഴുവൻ CCTV ദൃശ്യങ്ങളും പോലീസ് ഇതിൽ നടത്തിയിട്ടുള്ള നീക്കങ്ങളും ഒക്കെ നോക്കിയപ്പോൾ എനിക്ക് തന്നെ വിചിത്രമായി തോന്നി. കാരണം 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, സാധാരണഗതിയിൽ ഈ മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ തൊട്ടടുത്ത മണിക്കൂറിൽ വൈദ്യപരിശോധന നടത്തുന്നതാണ് പതിവ് രീതി. പെറ്റിയടിക്കാനെങ്കിലും പോലീസ് അങ്ങനെ പതിവ് പരിശോധന നടത്താറുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ അത് അങ്ങനെ ഉണ്ടായിട്ടില്ല. നാട്ടുകാർ കൈയോടെ പിടിച്ചു. അതായത് ഈ കാണുന്നത് കിളിമാനൂർ MC റോഡാണ്. ഞാനൊക്കെ വീട്ടിൽ പോകുന്ന വഴിയാണ് സ്ഥിരമായി. സ്വാഭാവികമാണ്, ഇവിടെയൊക്കെ CCTV കളുണ്ട്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു അപകടം ഉണ്ടായാൽ ഇവിടെ നിന്നൊരു CCTV കണ്ടെടുക്കുക എളുപ്പമല്ല. പോലീസ് ആദ്യം CCTV പോലും പരിശോധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ വാർഡ് മെമ്പറൊക്കെ പറയുന്നത്. പിന്നീട് നാട്ടുകാർ ഇടപെട്ടാണ് പരിശോധന. അതായത് നമ്മൾ തന്നെ ഇടപെട്ട് നമ്മുടെ പ്രാദേശിക ലേഖനെ കൂടെ CCTV ഘടിപ്പിച്ചപ്പോഴാണ് CCTV ഒക്കെ നമുക്ക് കിട്ടിയത്. അത് കഴിയുന്നു. അങ്ങനെ 2 വീഴ്ച പോലീസിന്റെ ഭാഗത്ത് നിന്ന് വരുന്നു. മൂന്നാമത്തേത്, എന്താണ് നടന്നതെന്ന് ഇവിടുത്തെ ബന്ധുക്കൾ, അതിനൊരു വീഡിയോ ഉണ്ട്. നമുക്ക് പ്രേക്ഷകരെ കാണാൻ സാധിക്കില്ല. കാരണം ആ വാഹനം ഇടിച്ച ശേഷം ഇവർ റോഡിൽ കിടക്കുന്ന, നമുക്ക് വേദനയോടല്ലാതെ കണ്ടിരിക്കാൻ പറ്റാത്ത ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ അടക്കമുണ്ട്. അതിലടക്കം വ്യക്തമായിരുന്നു. അതായത് വണ്ടി ഇടിക്കുന്നു, അതിനുശേഷം രക്ഷപ്പെടാൻ വേണ്ടി പിറകോട്ട് എടുത്തപ്പോഴാണ് ഈ അപകടത്തിന്റെ ഗുരുതരാവസ്ഥ ഇത്രയുമായത്. അംബികയ്ക്ക് ഇത്രയധികം ഗുരുതരമായി പരിക്കേറ്റതെന്നൊക്കെയുള്ള കാര്യങ്ങൾ അതിൽ വ്യക്തമാണ്. അതടക്കമുണ്ടായി. അതിനുശേഷം 4-ാം തീയതി അപകടം നടക്കുന്നു, 7-ാം തീയതി അംബിക മരിക്കുന്നു. മുഖ്യമന്ത്രിക്ക് 4 ദിവസം പരാതി പോകുന്നു. എന്നിട്ടും ഇതുവരെയും കിളിമാനൂർ പോലീസിന് പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് വിചിത്രം എന്നല്ല, നാണക്കേടാണ്. പോലീസിനത് അടിമുടി നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമായിട്ടല്ല നമുക്ക് അതിനെ കാണാൻ കഴിയില്ല. മാത്രമല്ല, ഇതിന്റെ ഒരു തുടക്കം മുതൽ നാട്ടുകാർ പിടിച്ചു എന്ന് ഉറപ്പിച്ച് പറയുന്നവർ, അതിന്റെ വീഡിയോ അടക്കം ഉണ്ടെന്ന് ഉറപ്പിച്ച് പറയുന്നവർ, ഈ കാര്യങ്ങളൊക്കെ എല്ലാ ഷോപ്പുകളിലും റോഡുകളിലും ഒക്കെ തന്നെ ക്യാമറയുണ്ട്. മാത്രമല്ല, ഈ ഇത്രയും ക്രൂരമായ ഒരു അപകടം നടന്നിട്ട് ആ വാഹനം കൊണ്ട് ഇതാണ് ഞാൻ മുൻപ് പറഞ്ഞ മണിക്കുട്ടൻ. ഇതിന്റെ ആദ്യം മുതൽ ഇതിന്റെ CCTV തപ്പി തുടങ്ങിയത് മണിക്കുട്ടനാണ്. ഇവിടെ CCTV കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബുദ്ധിമുട്ടില്ല. CCTV നമ്മൾ തന്നെ ആദ്യമേ എടുത്താണ് കിട്ടിയത്. ആ കാണിക്കുന്ന ദൃശ്യങ്ങളാണ് വരുന്നത്. മാത്രമല്ല, പല ആളുകളും അതിനുശേഷം ദൃശ്യങ്ങൾ നമുക്ക് കാറിന്റെ ഡാഷ് ക്യാമറ ഇതിലേക്ക് കിട്ടിയത് അയച്ചു തന്നു. ഈ പോലീസ് വാഹനം ഇത്രയും ക്രൂരമായ ഒരു അപകടം നടന്നിട്ട് പോലീസ് നിന്നത് ഇവരുടെ ഭാഗത്തല്ല, ഈ പ്രതികളുടെ ഭാഗം സംരക്ഷിക്കാനാണ് പോലീസ് നോക്കിയത്. ആ വാഹനം നോക്കിക്കൊള്ളണം. ആ അപകടം നടന്ന വണ്ടി ഇത്രയും മീറ്ററുകൾ അകലെ റോഡിൽ കൊണ്ടിട്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അതിൽ ഫോറൻസിക് പരിശോധനയൊക്കെ നടത്തേണ്ടതാണ്. ആ വാഹനം സാധാരണ ഇതിനകത്തായിടാവുള്ളൂ. ഇവിടെ എംഎംമാരുടെ വണ്ടി ഇതിനകത്തുകൊണ്ടിട്ടായിരിക്കും. നോക്കണം, ഈ റോഡിന് അങ്ങേയറ്റം മുഴുവൻ ഈ ആക്സിഡന്റുകൾ പറ്റിയ വാഹനങ്ങളാണ് ഇട്ടിരിക്കുന്നത്. മണിക്കുട്ടൻ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഹാഷ്മി, ഈ അപകടം കോൺട്രവേഴ്സി ആയിരുന്നു ഈ നാട്ടിൽ. ഇതാണ് ഞാൻ ഈ പറയുന്ന നമ്മൾ ഈ സംസാരിക്കുന്ന പോലീസ് സ്റ്റേഷൻ. ഇവിടെ നിന്ന് നമ്മൾ ഈ അടൂർ ഭാഗത്തേക്കൊക്കെ പോകുമ്പോഴുള്ള പ്രധാന റോഡിന്റെ ഇപ്പൊ ആ ഒരു സുമ കാണാം. അതിന്റെ നേരെ അങ്ങറ്റം ഏതാണ്ട് ഒരു 8 വണ്ടിക്ക് അപ്പുറമാണ് ഇത്രയും പ്രധാനപ്പെട്ട, ഇത്രയും കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു കേസിന്റെ പ്രധാന തെണ്ടി മുതലും ഫോറൻസിക് പരിശോധന അടക്കം നടത്തേണ്ട ഒരു വാഹനം കൊണ്ടിട്ടതെന്ന് പറയുമ്പോൾ അത് തെളിവ് നശിപ്പിക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാണെന്ന് നാട്ടുകാർ ചോദിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല നമുക്ക്. കാരണം അത്രയും വൈകാരികമാണ്. അവരുടെ പ്രിയപ്പെട്ട 2 മനുഷ്യരാണ് പോയത്.
എനിക്ക് തന്നെ അത്ഭുതം തോന്നി. അത്രയും പ്രധാനപ്പെട്ട ഈ നാട്ടിൽ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ വലിയ ചർച്ചയാവുന്ന ഒരു അപകടമാണ്. ആ അപകടത്തിൽ ജീപ്പ് കൊണ്ടിട്ടിരിക്കുന്ന അങ്ങ് അറ്റത്താണ്. അത് സാധാരണഗതിയിൽ ഈ സ്റ്റേഷന്റെ അകത്തിടേണ്ട ഒരു ജീപ്പാണ്. കാരണം അതിന്റെ ഫോറൻസിക് പരിശോധന നടത്തിയിട്ടില്ല, പ്രതികളെ പിടിച്ചിട്ടില്ല. അപ്പൊ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതായിട്ട് പോലീസ് കണ്ണടച്ചിട്ട് അത് ഏതാണ്ട് നാട്ടുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇവിടെ നാട്ടുകാർ പിടിച്ചോ എന്ന് പറഞ്ഞ രണ്ട് പ്രതികൾ, ഒരാൾ ഇല്ലാത്ത ക്രിക്കറ്റ് ടൂർണമെന്റിൽ അങ്കമാലിയിലും വേറൊരാൾ ഇല്ലാത്ത പെട്രോൾ പമ്പിൽ എവിടെ നിൽക്കുന്നു എന്ന് പറയാമെങ്കിൽ ഈ ബാക്കിയുള്ള ഒരു പ്രതിയെ പിടികൂടാൻ കഴിവില്ലാത്തതല്ല, പിടിക്കണ്ടെന്ന് വെച്ചതാണ് ഷഫീദ്. അത് മനസ്സിലാക്കാൻ നമുക്ക് പഴൂർ പഠിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല ഹഷ്മീദ, ഈ വർക്കല ഡിവൈഎസ്പിയോട് ഒന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ് ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. എന്റെ ഒരു സ്ക്വാഡും കിളിമാനൂരിലെ ഒരു സ്ക്വാഡും കൂടി നെയ്യാറ്റിൻകര ഭാഗത്ത് അയാൾക്ക് വേണ്ടി തിരച്ചിൽ നടത്തി. ഈ തിരച്ചിൽ ഒന്നെങ്കിൽ 7-ാം തീയതിക്ക് ശേഷം, അതായത് അപകടം ഉണ്ടായതിനു ശേഷം പോട്ടെ, ഒരു നോർമൽ അപകടം എന്ന രീതിയിൽ നിന്ന് പോയതാണ്. സാധാരണ MC റോഡിൽ നിരവധി അപകടം ഉണ്ടായിരുന്ന ഇന്ന് പതിവ് ലാശയിൽ പോലീസിന് കൈകഴുകാം. പക്ഷെ അതല്ല, രണ്ടാമത് ഒരു മരണം സംഭവിച്ചു, ഒരു വീട്ടമ്മ മരിച്ചു. അത് ഇത്രയധികം കോൺട്രവേഴ്സ്യലായ കേസിൽ ഒരു വീട്ടമ്മ മരിച്ചിട്ടും ആ പ്രതിയിലേക്ക് എത്താൻ കിളിമാനൂർ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടെ പറയാം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കിളിമാനൂർ വലിയ ജാഥയോ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂവോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം നമ്മൾ തന്നെ ഈ പ്രദേശത്തെ ഡെയിലി ഷെഡ്യൂൾ എടുക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്കറിയാം ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. എന്നിട്ടും പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് പോലീസ് കണ്ണടച്ചതാണ്. അതിൽ 2 ലക്ഷം മേടിച്ചെന്നും 60,000 മേടിച്ചെന്നും ഒക്കെ പറയുന്ന നാട്ടുകാരുണ്ട്. നമുക്കറിയില്ല. ഇവിടുത്തെ CA കേന്ദ്രീകരിച്ച് മുൻപ് പലതരത്തിലുള്ള ആരോപണങ്ങളുണ്ട്. അത് ഞാൻ മുൻപ് പറഞ്ഞ സ്കൂൾ വിവാദം, മറ്റേ ആറ്റിങ്ങൽ റൂട്ടിലോടുന്ന ഒരു പ്രൈവറ്റ് ബസ്സിന്റെ ഡ്രൈവറെ കൊണ്ടിട്ട് ക്രൂരമായി അടിച്ച് മർദ്ദിച്ച ഒരു വിവാദമുണ്ട്. ഈ സ്റ്റേഷനിൽ സാമ്പത്തിക ആരോപണം ഉറപ്പായും അന്വേഷിക്കുന്നതാണ് കാര്യം. എല്ലാവരും നല്ല ഉള്ളവരല്ല, പൈസ മേടിക്കാത്ത പച്ചപ്പാവങ്ങളല്ല എന്ന കാര്യം പകൽ പോലെ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ അതിലുപരി നാട്ടുകാർ പിടിച്ചു എന്ന് പറയുന്ന 2 പേർ എങ്ങനെയാണ് അങ്കമാലിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ വേറൊരാൾ പെട്രോൾ പമ്പിൽ നിൽക്കുന്ന അത്ഭുതം, ഒരു മായിക പ്രതിഭാസം ഉണ്ടാവുന്നത് എങ്ങനെ എന്നുകൂടി അത് നമ്മുടെ എന്താണ് സയൻസിന് വിശദമാക്കാൻ കഴിയാത്ത ഒന്നാണ്. ഈ കൂടുവിട്ട് കൂടുമാറ്റം എന്നൊക്കെ പറയുന്നത് ഒരു സ്ഥലത്ത് ഒരാൾക്ക് മാത്രമേ കാണാൻ കഴിയുന്നത് നമ്മുടെ ധാരണ. ഇത് കേരള പോലീസ് പറയുന്നത് അങ്ങനെയല്ല. ഒരു സ്ഥലത്ത് ഈ 2 പേർക്ക് ഒരു സ്ഥലത്തും കാണാം, അതേസമയം അങ്കമാലിൽ അവിടെ ഇവിടെ കാണാം. എങ്ങനെയാണ് ആ ശാസ്ത്രത്തിന് വിശദീകരിക്കാൻ കഴിയുന്ന മായിക പ്രതിഭാസം കേരള പോലീസ് വിശദീകരിക്കുക എന്നുകൂടി അറിയണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.